ദൈവത്തിന് മഹത്വം. ദൈവത്തിന്റെ മനുഷ്യനായുള്ളവൻ. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ തന്താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? 1 കൊരിന്ത്യർ 6:19. നാം ദൈവത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നമ്മെ വിലയ്ക്ക് വാങ്ങിയത്, വീണ്ടെടുത്തത് ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടാണ്. ആകയാൽ ആ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ നിർബന്ധിച്ചിട്ട് ഇനി നാം തങ്ങൾക്കുള്ളവരല്ലായികയാൽ തങ്ങൾക്കായിട്ടല്ല ജീവിക്കേണ്ടത്, നമുക്കായി മരിച്ചു ഉയർത്തെഴുന്നേറ്റവനായ യേശുക്രിസ്തുവിനായി അഥവാ ദൈവത്തിനായി തന്നെ ജീവിക്കുന്നവരാകണം. ശൂലേംകാരത്തി പറയുന്നതുപോലെ നാം നമ്മുടെ പ്രിയനുള്ളവരായിരിക്കണം, അഥവാ നാം ദൈവത്തിന്റെ മനുഷ്യരായിരിക്കണം. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ സ്ഥിരമായ അടിസ്ഥാനമായി നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമായി കർത്താവ് തനിക്കുള്ളവരെ അറിയും. ദൈവമുണ്ടാക്കുവാനുള്ള കർത്താവിന്റെ ദിവസത്തിൽ ഇംഗ്ലീഷ് ബൈബിളിൽ വായിക്കുന്നതുപോലെ അവർ ദൈവത്തിനുള്ളവരാകയാൽ അവരെ ദൈവം ആ നിലയിൽ തന്റെ അടുക്കൽ ചേർക്കുവാനിടയാകും. ദൈവത്തിന്റെ മനുഷ്യനെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ 2 കാര്യങ്ങൾ കാണുവാൻ കഴിയും. ഒന്നാമത്, ദൈവത്തിന്റെ മനുഷ്യൻ വിട്ടോടേണ്ടവയെയൊക്കെ വിട്ടോടുന്നവനായിരിക്കണം. നാശപട്ടണം വിട്ട്, നാശലോകം വിട്ട്, മോക്ഷപർവ്വതത്തിലേക്ക്, സിയോൻ പർവ്വതത്തിലേക്ക് സകലവും വിട്ട് ഓടുവാനിടയാകണം. വിട്ടുപോകുന്നതിനെ ഓർക്കാതെയും പുറകോട്ട് തിരിഞ്ഞു നോക്കാതെയും വേണം ഓടുവാൻ. മാത്രമല്ല, ഓട്ടം സ്ഥിരതയോടെ തന്നെ ഓടണം. പിൻപിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നവരാകണം. ഇനിയും വിട്ടോടേണ്ടതായ പല കാര്യങ്ങളെയും നമുക്ക് കാണാൻ കഴിയും. നല്ല ഇടയനായ യേശു തന്റെ ആടുകളായ നമ്മെ പേർചൊല്ലി വിളിച്ചു പുറത്തു കൊണ്ടുവന്നിട്ട് നാം യേശുവിന്റെ ശബ്ദം കേട്ടറിഞ്ഞ് അവനെ പിൻഗമിക്കേണ്ടവരാണ്. അന്യന്മാരുടെ ശബ്ദം നാം അറിയാത്തവരാകയാൽ അന്യന്മാരെ വിട്ട് നാം ഓടിപ്പോകണം. നമുക്ക് അന്യരായവർ അഥവാ അന്യരാകേണ്ട അനേകർ ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ തങ്ങളുടെ വിശേഷമായ ശബ്ദം കേൾപ്പിച്ചു വശീകരിക്കുവാൻ, വഞ്ചിക്കുവാൻ വന്നിട്ടുണ്ട്. യേശുക്രിസ്തുവിനെ ജഡത്തിൽ വന്ന ദൈവമായവൻ എന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാരായ എതിർ ക്രിസ്തുക്കളായവർ. അവർ യേശുവിനെ ക്രിസ്തുവല്ല എന്ന് സ്ഥാപിക്കുവാനായി പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നു. യേശുക്രിസ്തു അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രൻ എന്നുള്ളത് സ്വീകരിക്കാത്തവരായി ഏകദൈവത്വം പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന എതിർ ക്രിസ്തുവിന്റെ ആത്മാവുള്ളവർ. കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുവാനായി എഴുന്നേറ്റിരിക്കുന്ന കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും ഈ കാലത്തുമുണ്ട്. മാത്രമല്ല, നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്കു വാങ്ങിയ നാഥനെ തള്ളിപ്പറിയിച്ചുകൊണ്ട് മറ്റുള്ളവർക്കും തങ്ങൾക്കും ശീഘ്രനാശം വരുത്തുന്ന ദുരുപദേഷ്ടാക്കന്മാർ. അവരുടെ ദുഷ്കാമ പ്രവൃത്തികളും ദ്രവ്യാഗ്രഹത്താലുള്ള വാണിഭങ്ങളും ഇന്ന് സത്യമാർഗത്തെ ദുഷിപ്പിച്ച് ലോകത്തിൽ ക്രിസ്തുമതം അപഹാസ്യമാക്കപ്പെടുന്നു. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നതുപോലെ ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ അനേക കപടവേലക്കാരെയും ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിച്ച കള്ള അപ്പോസ്തലന്മാരെയും കാണാൻ കഴിയും. ഇനിയും സഭകളിൽ ദൈവമക്കളുടെ ഇടയിൽ നുഴഞ്ഞുകയറി അവരെ അടിമപ്പെടുത്തേണ്ടതിനു വരുന്ന അനേക കള്ള സഹോദരന്മാരുമുണ്ട്. ദൈവമക്കൾക്കും ദൈവസഭയ്ക്ക് തന്നെയും ആപത്തായി മാറുന്ന ആടുകളുടെ വേഷം ധരിച്ചുകൊണ്ടുവരുന്നവരായ കടിച്ചുകീറുന്ന ചെന്നായ്ക്കൾ. ഇങ്ങനെ ക്രിസ്തീയ ജീവിതത്തിൽ തങ്ങൾ ഒരിക്കലും പിൻഗമിക്കരുതാത്തവരായി വിട്ടോടിപ്പോരേണ്ടതായ അനേക അന്യന്മാരെ കാണാം. അവരൊക്കെയും ക്രിസ്തുവിന്റെ വചനങ്ങളിൽ നിന്ന് നമ്മെ അന്യപ്പെടുത്തി വചനപ്രകാരം ജീവിക്കാത്തവരാക്കി നമ്മെ മാറ്റുവാൻ പ്രയാസപ്പെടുന്നവരാണ്. നാം വിട്ടോടേണ്ടതായ ചില കാര്യങ്ങളെ കൂടുതലായി ചിന്തിക്കുമ്പോൾ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ മാത്രം സാധ്യമാകുന്നതായി ലോകത്തിന്റെ മാലിന്യം വിട്ടോടേണ്ടതായ കാര്യം കാണാം. ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാന ഉപദേശങ്ങളിൽ മാത്രം ജീവിക്കാതെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠതയ്ക്കായി നാം ഉത്സാഹിക്കണം. അങ്ങനെയുള്ളവർ ലോകത്തിൽ തങ്ങൾക്ക് ലാഭമായിരുന്നതൊക്കെയും എപ്പോഴും ഛേദമെന്നെണ്ണുന്നവരായിത്തീരും. അവർ വിലയേറിയതും അതിമഹത്തായ വാഗ്ദാനങ്ങളെ പ്രാപിച്ച് ഗ്രഹിച്ച് അവയാൽ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യസ്വഭാവത്തിനു കൂട്ടാളികളായി തീരുവാൻ ഇടയാകും. അവർ ഈ ലോകത്തിന് അനുരൂപമാകാതെയും ലോകത്താലുള്ള കളങ്കം പറ്റാതെയും തങ്ങളെ തന്നെ കാത്തുകൊള്ളുന്നവരാകും. അവർ ദൈവത്തിന് ശത്രുക്കളാകാതിരിക്കാൻ ഒരിക്കലും ലോകത്തെ സ്നേഹിപ്പാൻ ആഗ്രഹിക്കയില്ല. അവർ ലോകത്തെയും ലോകത്തിലുള്ളതായ ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം മുതലായവയെയും സ്നേഹിക്കാതെ ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞുപോകുമെന്നറിഞ്ഞ് ദൈവ ഇഷ്ടം ചെയ്യുന്നവരായി ജീവിക്കും. ഇന്ന് ലോകത്തിൽ വളരെ വർദ്ധിച്ചു വരുന്നതായ ഒരു വലിയ പാപമാണ് ദുർനടപ്പ്. ദൈവത്തിന്റെ മനുഷ്യൻ അത് വിട്ട് ഓടേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഒരു മനുഷ്യൻ തന്റെ ഭാര്യയോട് പറ്റിച്ചേർന്ന് അവർ ഒരു ദേഹമായി തീരുന്നതുപോലെ ക്രിസ്തു സഭയോട് ചേർന്ന്
സഭയെ തന്റെ ശരീരമാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു വ്യക്തി ക്രിസ്തുവിനോട് പറ്റിച്ചേരുമ്പോൾ ക്രിസ്തുവുമായി ഏകാത്മാവാകും. നാം ദൈവത്തിനുള്ളവരാകത്തക്കവണ്ണം ദൈവാത്മാവ് നമ്മുടെ ശരീരത്തിൽ വന്നിട്ട് നാം കർത്താവിന്റെ ശരീരമാകുന്നു. ഇനിയും വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏക ശരീരമാകുന്നു. ഇത് ക്രിസ്തുവിനോട് ചെയ്യുന്ന വലിയ ദ്രോഹമാണ്. കാരണം നമ്മുടെ ശരീരം ക്രിസ്തുവിന്റെ അവയവങ്ങളാകുന്നു. അത് വേശ്യയുടെ അവയവങ്ങളാക്കുവാൻ പാടില്ല. മനുഷ്യർ ചെയ്യുന്ന ഏതു പാപവും ശരീരത്തിന് പുറത്താണ്. എന്നാൽ ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ഈ പാപം തങ്ങളുടെ വിലയേറിയ ജീവനെ, സ്വന്തം പ്രാണനെ നശിപ്പിക്കുന്നു. വ്യഭിചാരം മഹാപാതകമാകിയാൽ അത് നരകപര്യന്തം ദഹിപ്പിക്കുന്ന തീയാകുന്നു. അത് ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളെയും നിർമൂലമാക്കും. കൽപ്പനയൊരു ദീപവും ഉപദേശമൊരു വെളിച്ചവും പ്രബോധനത്തിന്റെ ശാസനകൾ ജീവന്റെ മാർഗവുമാക്കുന്നവൻ ഇതിൽ നിന്ന് വിടുതൽ പ്രാപിക്കും. മറുഭാഗത്ത് താൽക്കാലിക ഭോഗതൃപ്തി സുഖമെന്നുവച്ച് സ്നേഹസദ്യകളിൽ വിരുന്നുകഴിഞ്ഞ് പുളയ്ക്കുന്ന കറകളും കളങ്കങ്ങളുമായ ശാപയോഗ്യരായ പുരുഷന്മാരും ഈ കാലത്ത് വളരെയുണ്ട്. അവർ പാപം കണ്ട് തൃപ്തിപ്പെടാത്ത കണ്ണുള്ളവരായി കാമാർത്തിയോടെ നടന്ന് സ്ഥിരമില്ലാത്ത ദേഹികളെ വശീകരിക്കുന്നവരാണ്. വിധവമാരുടെ വീടുകളെ വിഴുങ്ങുന്നവരായിരുന്നു. ഏറ്റവും വലിയ ശിക്ഷാവിധിക്ക് അവർ യോഗ്യരാകും. ഈ വിധമായ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. ദുർനടപ്പ് വിട്ട് ഒഴിയുന്നില്ല എങ്കിൽ ഈ പാവത്തിനൊക്കെയും പ്രതികാരം ചെയ്യുന്നത് കർത്താവാണ്. എന്നാൽ ദൈവത്തിന് പ്രസാദമുള്ള ദൈവത്തിന്റെ മനുഷ്യൻ ഈ ദുർനടപ്പെന്ന ദുർഭൂതത്തെ വിട്ടൊഴിഞ്ഞ് ഓടിപ്പോയി രക്ഷപ്പെടും. വീണ്ടും നാം വിഗ്രഹാരാധന വിട്ട് ഒഴിവിൻ എന്ന് കാണുന്നു. ഇവിടെ പറയപ്പെടുന്നത് വിഗ്രഹാർപ്പിതം തിന്നരുത് എന്നാണ്. കാരണം ജാതികൾ ബലിയർപ്പിക്കുന്നത് ഭൂതങ്ങൾക്കാകിയാൽ നാം വിഗ്രഹാർപ്പിതങ്ങൾ തിന്ന് ഭൂതങ്ങളുടെ കൂട്ടാളികളാകരുത്. ഇന്ന് മതസൗഹാർദ്ദത്തിന്റെ പേരിൽ ഈ കാര്യത്തിൽ വലിയ ഗൗരവം കാണിച്ച് വിഗ്രഹാർപ്പിതങ്ങൾ ഭക്ഷിക്കുന്ന അനേക ക്രിസ്ത്യാനികളുണ്ട്. ആദ്യ നൂറ്റാണ്ടിലെ സഭയിൽ ജാതികളിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് വന്നവർക്കുള്ള വ്യക്തമായ നിർദ്ദേശങ്ങളിൽ ഒന്നാമത്തേത് വിഗ്രഹമാലിന്യങ്ങൾ, വിഗ്രഹാർപ്പിതം വർജിച്ചിരിക്കണം എന്നാണ്. ആകയാൽ നാം വിഗ്രഹാരാധനയും വിഗ്രഹാർപ്പിതങ്ങളും ഉപേക്ഷിക്കണം. കാരണം അങ്ങനെ ചെയ്തില്ല എങ്കിൽ നാം ദൈവത്തിന് ക്രോധം ജ്വലിപ്പിക്കുന്നവരാകുമെന്നാണ്. സീനായ് മലയിൽ ദൈവം 10 കൽപ്പനകളെ കൊടുക്കുമ്പോൾ യാതൊരു വിഗ്രഹം ഉണ്ടാകരുതെന്നും അവയെ ഉണ്ടാക്കി നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യുന്നവർ ദൈവത്തെ പകയ്ക്കുന്നവരാണെന്നും എഴുതിയിരിക്കുന്നു. ആകയാൽ അവരോട് ദൈവം തീഷ്ണതയുള്ള ദൈവമായി 4ാം തലമുറ വരെ അവരുടെ അകൃത്യം സന്ദർശിക്കുമെന്ന് പറയുന്നു. പ്രതിമയായ വിഗ്രഹമുണ്ടാക്കരുതെന്ന് പറയുമ്പോൾ ഹോരേബിൽ ദൈവം ജനത്തോട് സംസാരിച്ചപ്പോൾ ദൈവത്തിന്റെ രൂപമൊന്നും ആരും കണ്ടില്ല. ആകയാൽ ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് യാതൊന്നിന്റെയും പ്രതിമയുണ്ടാക്കി അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുതെന്നാണ്. യാതൊരു പ്രതിമയെയും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ ദൈവം കെരൂബുകളെയും തിരശ്ശീലയിൽ ചിത്രപ്പണിയായ കെരൂബുകളെയും അഹരോന്റെ വസ്ത്രവിളുമ്പിൽ നൂലുകൊണ്ട് മാതളപ്പഴവും പൊന്നുകൊണ്ട് മണിയുമുണ്ടാക്കുവാൻ പറയുന്നു. യേശുവിന് നിഴലായി മരുഭൂമിയിൽ മോശ ദേവകൽപ്പനയാൽ താമ്രസർപ്പത്തെ ഉണ്ടാക്കുന്നു. ആകയാൽ എന്തെങ്കിലും രൂപങ്ങളോ പ്രതിമകളോ ഉണ്ടാക്കരുത് എന്നല്ല, അവയെ നമസ്കരിക്കുവാനായി ഉണ്ടാക്കി പ്രതിഷ്ഠിക്കരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. വിഗ്രഹസ്തംഭങ്ങളെ നശിപ്പിക്കുന്ന കൂട്ടത്തിൽ ഇസ്രയേൽ മക്കൾ താമ്രസർപ്പത്തിന് ധൂപം കാട്ടിയിരുന്നതിനാൽ താമ്രസർപ്പത്തെയും ദൈവഭക്തനായ ഹിസ്കിയാവ് നശിപ്പിക്കുന്നു. കല്ല് സ്തംഭമായി നാട്ടരുത് എന്ന് പറയുമ്പോൾ നമസ്കരിക്കുവാനായി നാട്ടരുത് എന്നാണ്. യോശുവ യോർദാനിന്റെ നടുവിലും ഗിൽഗാലിലും കല്ല് നാട്ടുന്നതായി കാണാം. അത് ദൈവം കൽപ്പിച്ചിട്ട് അടയാളമായിട്ടാണ്, നമസ്കരിക്കാനായിട്ടല്ല നാട്ടിയത്. ആകയാൽ സേവിക്കുവാനായോ നമസ്കരിച്ചു വണങ്ങുവാനോ വിഗ്രഹത്തെയോ പ്രതിമയെയോ ഉണ്ടാക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നവരോട് ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയായി തീഷ്ണതയുള്ള ദൈവമാണ്. ആകയാൽ നാം വിഗ്രഹാരാധന വിട്ടോടുവാനിടയാകട്ടെ. വിഗ്രഹാരാധനയുടെ മറ്റു ചില വശങ്ങൾ നാം ശ്രദ്ധിച്ചാൽ, ദൈവം വിഗ്രഹാരാധനയോടെതിരായി തീഷ്ണതയുള്ള ദൈവമായിരിക്കെ ഇസ്രയേൽ ജനം ആലയത്തിൽ തീഷ്ണത ജനിപ്പിക്കുന്ന തീഷ്ണബിംബത്തെ വച്ചിരിക്കുന്നതായി വായിക്കുന്നു. അത് മഹാമ്ലേച്ഛതയാകയാൽ ദൈവം തന്റെ വിശുദ്ധ മന്ദിരം വിട്ടുപോകും എന്ന് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവഹിതത്തിന് വിപരീതമായുള്ള നമ്മുടെ ആത്മീയ തീഷ്ണതയും ദൈവം വെറുക്കുന്ന വിഗ്രഹാരാധനയായി മാറുന്നു. ഉദാഹരണത്തിന്, ഗിബെയോന്യരെ കൊല്ലുകയില്ല എന്ന് യോശുവ അവരോട് ഉടമ്പടി ചെയ്തിരിക്കെ ശൗൽ രാജാവ് തന്റെ എരിവിൽ അഥവാ തീഷ്ണതയിൽ ഗിബെയോന്യരെ കൊല്ലുന്നതിനാൽ ദൈവകോപമുണ്ടായിട്ട് ദേശത്ത് ക്ഷാമമുണ്ടാകുന്നു. ഇനിയും നാം ദൈവകൽപ്പനകളെ അനുസരിക്കാതിരിക്കുമ്പോൾ ദുഷാഢ്യം കാണിക്കുന്നവരും മത്സരിക്കുന്നവരുമായിത്തീരുന്നു. ഈ ഷാഢ്യത്താൽ നാം മിഥ്യാപൂജയും വിഗ്രഹാരാധനയും ഉള്ളവരായി മാറുന്നു.
ഇസ്രായേൽ മക്കൾ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കിയപ്പോൾ ദൈവം പറഞ്ഞത് അവർ ദുഷാഢ്യമുള്ള ജനമാകുന്നു എന്നാണ്, അഥവാ അവരുടെ ദുഷാഢ്യമാണ് വിഗ്രഹാരാധനയായി മാറിയത്. പിന്നെയും ദ്രവ്യാഗ്രഹവും അത്യാഗ്രഹവുമെല്ലാം വിഗ്രഹാരാധനയായി പറയപ്പെട്ടിരിക്കുന്നു. ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു എന്ന ഇസ്രായേൽ മക്കളുടെ പ്രവൃത്തിയും വിഗ്രഹാരാധനയായി പറയപ്പെടുന്നു. ആകയാൽ തന്നെ ജഡത്തിന്റെ പ്രവൃത്തികളിൽ വിഗ്രഹാരാധനയും വരുന്നു. കാരണം ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നപ്പെട്ടവണ്ണം അവർ തങ്ങളുടെ വയറിനെ ദൈവമാക്കുന്നു. ആകയാൽ അതും വിഗ്രഹാരാധനയാകുന്നു. ഈ വിധമായ എല്ലാ വിഗ്രഹാരാധനയെയും വിട്ട് നാം ഓടേണ്ടിയിരിക്കുന്നു. തുടർന്ന് നാം ശ്രദ്ധിക്കുമ്പോൾ യൗവനമോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും സമാധാനവുമുള്ളവരായിരിക്കണമെന്ന് പറയുന്നു. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാലമാണ് യൗവനകാലം. അക്കാലത്തുള്ള ഭക്തിയെ ദൈവം പ്രത്യേകമായി ഓർക്കുന്നതായി കാണാം. മാത്രമല്ല, യൗവനകാലത്ത് നമ്മുടെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക എന്ന് നമ്മോട് ആവശ്യപ്പെടുന്നു. നാം നമ്മുടെ യൗവനത്തിൽ നമുക്കിഷ്ടമുള്ള വഴികളിലും ബോധിച്ചവണ്ണവും നടന്ന് സന്തോഷിച്ച് ജീവിക്കാമെങ്കിലും അതൊക്കെയും നിമിത്തം ദൈവം നമ്മെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമെന്ന് പറയുന്നു. ദൈവം യൗവനത്തിലെ അകൃത്യങ്ങളൊക്കെയും എഴുതിവെച്ചിരിക്കയാൽ അതിനേറ്റവണ്ണം നാം അനുഭവിക്കേണ്ടി വരും. ഇംഗ്ലീഷ് ബൈബിളിൽ വായിക്കുമ്പോൾ നമ്മുടെ അസ്ഥികളിൽ യൗവനകാലത്തെ പാപം നിറഞ്ഞിരുന്നിട്ട് മരണാനന്തരം ആ പാപങ്ങൾ നമ്മോടുകൂടെ പൊടിയിൽ കിടക്കുന്നതായി കാണാം. തങ്ങളുടെ അകൃത്യങ്ങളെ അസ്ഥികളിൽ ചുമന്നുകൊണ്ട് പാതാളത്തിൽ കിടക്കുന്നതായും കാണുന്നു. മാത്രമല്ല, പിന്നീട് അവയൊക്കെയും ന്യായവിസ്താര ദിവസത്തിൽ നമ്മുടെ മേൽ വരുവാനിടയാകും. ആകയാൽ നമ്മുടെ യൗവനകാലത്ത് സൃഷ്ടാവായ ദൈവത്തെ മറന്ന് യൗവനമോഹങ്ങൾക്കേറ്റവണ്ണം ജീവിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ യൗവനത്തിൽ കൂടുതൽ ദൈവഭക്തരായി ജീവിക്കത്തക്കവണ്ണം നാം നമ്മുടെ യൗവനമോഹങ്ങളെ വിട്ട് ഓടുന്നവരാകട്ടെ. നമ്മുടെ യൗവനം ആരും തുച്ഛീകരിക്കാതെ നാം ദൈവത്തിന്റെ മനുഷ്യനായി എല്ലാവർക്കും മാതൃകയായി ജീവിക്കാൻ ഉത്സാഹിക്കാം. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമായി, അതിനാൽ വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീരുമെന്നുള്ളതിനാൽ ദൈവത്തിന്റെ മനുഷ്യൻ ദ്രവ്യാഗ്രഹത്തെ വിട്ട് ഓടേണ്ടിയിരിക്കുന്നു. നമ്മുടെ ധനം കഴുകനെ പോലെ ചിറകെടുത്ത് പറന്നുപോകുമെന്നുള്ളതിനാൽ ധനവാനാകുവാൻ പണിപ്പെടരുത് എന്ന് പറയുന്നു. മാത്രമല്ല, ധനവാനാകുവാൻ ബദ്ധപ്പെടുന്നവന് ശിക്ഷയുണ്ടാകുമെന്നും വഹിക്കുന്നു. കാരണം നമ്മുടെ അധ്വാനത്താലല്ല, യഹോവയുടെ അനുഗ്രഹത്താലാണ് സമ്പത്തുണ്ടാകേണ്ടത്. ആകയാൽ നമ്മുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ. ദൈവം നമ്മെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. ആകയാൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുവാൻ ഉത്സാഹിക്കാം. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നമ്മുടെ നിക്ഷേപങ്ങൾ സ്വരൂപിക്കേണ്ടവരാണ് നാം. ആകയാൽ അക്ഷരീകമായ നശിച്ചുപോകുന്നതും നിത്യതയിൽ പ്രയോജനമില്ലാത്തതുമായ സമ്പത്തിനായി പ്രയാസപ്പെട്ട് മൂഢരാകാതെ ദൈവവിഷയമായി സമ്പന്നരാകുവാൻ ഉത്സാഹിക്കുന്നവരാകട്ടെ. രണ്ടാമതായി, ഇങ്ങനെ വിട്ടോടേണ്ടവയെല്ലാം വിട്ടോടുന്ന ദൈവത്തിന്റെ മനുഷ്യൻ താൻ ദൈവത്തിന്റെ മനുഷ്യനായി ദൈവത്തിനുള്ളവനായി തന്നെ ജീവിക്കുവാനിടയാകണം. അതിനായി താൻ യേശുവിന്റെ ശബ്ദം കേട്ട് യേശുവിന്റെ അടുക്കലേക്ക് ശരണത്തിനായി ഓടിവരുന്നു. അങ്ങനെ ഓടിവരുന്നവർക്ക് അവരുടെ മുൻപിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാനായി അവർക്ക് ശക്തിയുള്ള പ്രബോധനം ലഭിക്കാനിടയാകുന്നു. ഈ പ്രബോധനങ്ങളും ഉപദേശങ്ങളും നമ്മെ ക്രിസ്തുവിൽ തികഞ്ഞവരാകുവാൻ സഹായിക്കുന്നു. ദൈവവചനത്താലുള്ള ഈ ഉപദേശങ്ങളും പ്രബോധനങ്ങളും ദൈവത്തിന്റെ മനുഷ്യന് മാത്രമായുള്ള അനുഭവമാണ്. ആകയാൽ ദൈവശ്വാസീയമായ തിരുവെഴുത്തുകൾ ദൈവത്തിന്റെ മനുഷ്യന് സകല സൽപ്രവർത്തികൾക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസനത്തിനും പ്രയോജനപ്പെടുന്നു. യേശു തന്നെത്താൻ നമുക്കുവേണ്ടി പരമയാഗമായി ഏൽപ്പിച്ചുകൊടുത്തത് നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികൾക്ക് ശുഷ്കാന്തിയുള്ള ഒരു സ്വന്ത ജനമായി തീരേണ്ടതിനാണ്. ആകയാൽ ദൈവത്തിന്റെ മനുഷ്യന് ആ നിലയിൽ ദൈവത്തിന്റെ സ്വന്തമായി ദൈവത്തിനുള്ളവനായി ജീവിക്കുവാൻ സാധിക്കുന്നു. ദൈവസൃഷ്ടിയുടെ ഉദ്ദേശമായി നാം സൽപ്രവൃത്തികൾക്കായി ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകയാൽ ദൈവീക ഉദ്ദേശം നമ്മിൽ പൂർണ്ണപ്പെട്ട് അതിനാൽ നാം ദൈവത്തിനുള്ളവരായി നിത്യമായി ദൈവത്തോടുകൂടെ വസിക്കുവാനിടയാകും. ആകയാൽ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തിനുള്ളവരായി ദൈവത്തിന്റെ മനുഷ്യരായി ജീവിക്കുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ.